നബിയുടെ മുമ്പിലേക്ക് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബദരിയായ സ്വഹാബിയാണ്. കണ്ണ് കാണാത്ത ഈ സ്വഹാബി ബദറിൽ ഹബീബിന്റെ കൂടെയുണ്ട്. നോക്കണം, അത് അത്ഭുതല്ലേ. മഹാനവറുകൾ മുത്തുനബിയുടെ അടുത്ത് വന്ന കഥ പറയുന്നുണ്ട്. ഇമാമുന ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ഉദ്ധരിച്ച ഹദീസാണിത്. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബിയുടെ അരികത്തേക്ക് ചെന്നു. എന്നിട്ട് നബിയോട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു ദൂതരായി പറഞ്ഞയച്ചവരെ നബിയേ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഭാഗ്യമായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടാകുമ്പോൾ ഒന്ന് ഓടിച്ചെല്ലാൻ ഒരാളുണ്ടായിരുന്നൊരു സമയം. മുത്തുനബി തങ്ങളുടെ ആ വിയോഗമൊക്കെ സ്വഹാബത്തിന് താങ്ങാൻ കഴിയാതെ പോയത്. അങ്ങനെ വിഷമുണ്ടോ? യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി, ഹബീബിനോട് ചെന്ന് പരാതി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, നബിയേ ഖദ് അൻകർതു ബസ്വരി, കണ്ണിന് കാഴ്ചയില്ല നബിയേ, എനിക്ക് കാഴ്ച കിട്ടാനല്ല ഈ പോയത് കേട്ടോ. എന്താ പറയേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീടുകൾ എങ്ങനെ നന്മ വിളയണം എന്നതിലേക്കുള്ള സൂചനകളാണ് ഇത്. ഈ വിഷയങ്ങൾ ഈ ടൈറ്റിലോ സമാനമായ ടൈറ്റിലുകളിലോ വേറെ വേറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഈ വിഷയങ്ങൾ വേറെയും ചർച്ച നടന്നിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ്. നമുക്ക് എങ്ങനെ അത് നന്മയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ചർച്ചയാണ്. അല്ലെങ്കിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. യാ റസൂലല്ലാഹ്, നബിയേ ഖദ് അൻകർതു ബസ്വരി, കണ്ണിന് കാഴ്ചയില്ല നബിയേ. വഅന ഉസല്ലി ലിഖൗമി, എന്നാൽ ഞാനാണ് എന്റെ നാട്ടുകാരുടെ ഇമാം. എങ്ങനെ? കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാനാണ് നബിയെ, എന്റെ മഹല്ലിൽ ഇമാം നിൽക്കുന്ന ആള് ഞാനാണ്. വിഷമം അതല്ല റസൂലേ. ഫഇദാ കാനത്തിൽ അംത്വാർ, മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയാൽ, വസാലൽ വാദില്ലദീ ബൈനീ വബൈനഹും, എനിക്ക് നിസ്കരിക്കാൻ പോകേണ്ട പള്ളിക്കും എന്റെ വീടിനും ഇടയിലുള്ള മലഞ്ചെരുവിലൂടെ മഴവെള്ളം ഒരുപാട് കുത്തിയൊലിച്ചു വരികയും ചെയ്താൽ, ലാ അസ്തതിഉ അൻ ആതിയ മസ്ജിദഹും, അവരുടെ പള്ളിയിൽ ചെല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ നബിയെ, ഞാൻ കണ്ണു കാണാത്ത. അപ്പൊ എനിക്ക് അവർക്ക് പോയി ഇമാമ നിൽക്കാൻ കഴിയില്ല, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കഴിയില്ലല്ലോ മഴവെള്ള പാച്ചിൽ വന്നാൽ. വദിത്തു യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരാഗ്രഹം തോന്നി. ആ ആഗ്രഹം അങ്ങയെ ബോധിപ്പിക്കാൻ വന്നതാണ്. എന്താണ് ഈ ആഗ്രഹം? നമ്മളൊക്കെ എന്തായിരിക്കും പറഞ്ഞത്? വദിച്ചു, ഞാൻ കൊതിച്ചു പോകുന്നു. യാ റസൂലല്ലാഹ്, നബിയേ അന്നക തഅതീനി, എന്റെ വീട്ടിലേക്ക് നബിയെ നിങ്ങൾ ഒരു നാൾ കടന്നു വരണം. എന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിൽ വരണം നബിയെ. അങ്ങനെ ഉണ്ടാവില്ല ഒരു ഉസ്താദിനോട്, തങ്ങളോട്, സയ്യിദന്മാരോടൊക്കെ എന്റെ പുറക്കൊന്ന് കയറി ഒന്ന് ദ്വാരക്കണേ, ആഗ്രഹം പറയില്ലേ? ഞാൻ കൊതിക്കുന്നു നബിയെ, എന്റെ വീട്ടിലേക്ക് അങ്ങ് വരണം, അങ്ങ് വരണം. ഫതുസല്ലിയ ഫീ ബൈതി, എന്റെ വീട്ടിൽ ഒരു റൂമിൽ അങ്ങ് നിസ്കരിക്കുകയും വേണം നബിയെ. അങ്ങ് നിസ്കരിച്ചാൽ ഫഅത്തഖിദഹു മുസല്ലാ, ആ സമയങ്ങളിൽ മഴവെള്ളം വരുന്ന സമയത്ത് എനിക്ക് പള്ളിയിൽ പോവാൻ കഴിയാതെ വരുമ്പോൾ എന്റെ വീട്ടിലെ നിസ്കാര റൂമായി ഒരു നിസ്കാര റൂം ഉണ്ടാക്കാൻ വേണ്ടി നബിയെ അങ്ങ് നിസ്കരിച്ചു തന്നാൽ ആ ബറക്കത്തുള്ള സ്ഥലം ഞാൻ എന്റെ മുസല്ലയാക്കും നബിയെ. അതുകൊണ്ട് അങ്ങ് എന്റെ വീട്ടിൽ വന്ന് ഒരു ഉദ്ഘാടനം ചെയ്തു തരണം, എന്റെ വീട്ടിൽ ആദ്യമായി അങ്ങ് നിസ്കരിച്ചു തരണം. അതിനാ നബിയെ വടിയും കുത്തിപ്പിടിച്ച് കണ്ണു കാണാത്ത ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് മുത്തുനബിയോട് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹ്, നമ്മുടെ വീടുകളിലൊക്കെ നിസ്കാര റൂം ഉണ്ട് പോലെ, പുതിയ വീടുകളൊക്കെ. അത് നല്ലൊരു കാര്യം കേട്ടോ, നല്ല സംഭവമാണ്, നമ്മളൊക്കെ ചെയ്യണം. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ? കൂണിക്കൂട്ടില് അല്ലെങ്കിൽ ആ റൂം ഇങ്ങോട്ട് വളഞ്ഞു വരുന്നിടത്ത് അവിടെ ഒരു ടേബിൾ ഇടാനും പറ്റില്ല. അത് നിസ്കാര മുറിയായിക്കോട്ടെ, ഒന്നരാൾക്ക് നിൽക്കാൻ വയ്യ അവിടെ. അങ്ങനെ പിഷ്കരുത് എന്ന് മാത്രമാണ്. അത് റാഹത്തുള്ള റൂമാക്കുക. കടന്നുറങ്ങാൻ അങ്ങനെ ഗ്രൗണ്ട് പോലത്തെ റൂം, നിസ്കരിക്കാൻ രണ്ടാക്കുക, അങ്ങനെയല്ല, ഒരു സൗകര്യമുള്ള റൂമാക്കുക. പറ്റുന്നവരങ്ങനെ ചെയ്യാം.
പുരുഷന്മാർക്ക് വീടുകളിൽ സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, നബിതങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. വീടുകളിൽ നിൽക്കുന്ന സുന്നത്ത് നിസ്കാരം പള്ളികൾ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ എത്രയോ ദറജ കൂടുതലാണ്. ബി25 ദറജ. ചില ഹദീസുകളിൽ വന്നത് ജമാഅത്തിന് 27 ഇരട്ടി കൂലി എന്ന് പറഞ്ഞ പോലെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ ചെയ്ത് പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിൽ ഫർള് നിർവഹിക്കുകയാണെങ്കിൽ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന സുന്നത്തിനേക്കാളും കൂലി വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ 25 ഇരട്ടിയുണ്ടെന്ന് വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാനിസ്കാരം കഴിഞ്ഞു, എണീറ്റ് ഓടുകയാണ്. ഉസ്താദുമാരൊക്കെ മുദരിസുമാരൊക്കെ റൂമിൽ പോയി നിസ്കരിക്കും. അപ്പൊ ചിലരൊക്കെ വേക്കുന്നു, ഉസ്താദ് ഉണ്ടോ സുന്നത്ത് നിസ്കരിക്കാതെ പോണ്, ഇതിനെ നോക്കി നടക്കണ കുറെ മനുഷ്യന്മാരുണ്ടാവുമല്ലോ. ഉസ്താദ് റൂമിൽ പോയി നിസ്കരിക്കുക, ഉസ്താദ് അതിന്റെ മസലൊക്കെ പഠിച്ച ആളായിരിക്കും. നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. എന്ത് ചെയ്യുക, ഓരെന്ത് ചെയ്തിട്ടുണ്ടാവും, അത് അറിയുന്ന വിധത്തിലായിരിക്കും ചെയ്യുക. റൂമിൽ ചെന്ന് നിസ്കരിച്ച കൂലി കൂടുതലാ. അപ്പൊ ഉസ്താദ്മാരെ റൂമൊക്കെ പള്ളിയിൽ ഉണ്ടായി കൊടുത്താൽ റൂം പോയി നിസ്കരിക്കുമ്പോ നിസ്കരിക്കാനൊക്കെ സൗകര്യം. അവിടെ തട്ടിത്തിരിച്ചില്ല, അവിടെ ഒന്നും വാതിൽ തുറക്കാനും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാണും ചിലപ്പോ. ചില പിഷ്കന്മാര് കമ്മിറ്റിക്കാരുള്ളോടത്തെ അങ്ങനെ ആവരുത്, സൗകര്യം ചെയ്തു കൊടുക്കുക. കൂലി കിട്ടുമെന്ന്, അതൊക്കെ സുന്നത്തിന്റെ കൂലി കിട്ടൂലേ. അന്ന് കാലത്ത് 2016 കമ്മിറ്റി മെമ്പർ ആയപ്പോ ചെയ്തു കൊടുത്തതാ. യാ അള്ളാഹ്, മരിച്ചുപോയി, ഇന്ന് 2056 കൊല്ലായി നീ സങ്കല്പിക്കുക. ഇത്രയും കൊല്ലം ഖബറിലേക്ക് ആ ഉസ്താദ്മാരെ നിസ്കരിക്കണ കൂലിയാക്ക് കിട്ടൂലേ? കിട്ടും. നമ്മുടെ വീടുകളിൽ നിസ്കാര റൂം വേണം. നബി തങ്ങളോട് ആഗ്രഹം പറയുന്നു ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബിയെ എന്റെ വീട്ടിൽ നിസ്കരിച്ചു തരണം നബിയെ. അങ്ങ് നിസ്കരിച്ചു തന്നാൽ ഞാൻ അവിടം എന്റെ വീട്ടിൽ ഒരു നിസ്കാര റൂമാക്കി എടുക്കാം. അതിന് നമ്മൾ കുടിരിക്കലിനൊക്കെ ഉസ്താദ്മാരെ വിളിക്കുക, സയ്യിദന്മാരെ വിളിക്കുന്നു. ഒരു ബർക്കത്തുള്ള മനുഷ്യൻ ചെയ്തോട്ടെ, അത് റാഹത്തല്ലേ, ഒരു ബർക്കത്താ. ചില നമുക്ക് ആ വിശ്വാസമൊന്നുമില്ല. എന്റെ കൈ തന്നെ വലിയ പുണ്യമുള്ള കയ്യാ. എന്റെ നാട്ടിലൊരു സംഭവം അങ്ങനെ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞൊരു നല്ലൊരു ഉസ്താദിനെ വിളിച്ച് ചെയ്തോ, വീട് പണിയൊക്കെ തുടങ്ങല്ലേ, എന്റെ കയ്യിനിപ്പോ എന്താ കുഴപ്പം തന്നെ തുടങ്ങിയതാ. 15 കൊല്ലത്തോളായി, ഇപ്പോഴും കുഴിക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ വേണ്ട. ഞാൻ തന്നെ വലിയ ആളെന്ന് വിചാരിച്ചാൻ പാടില്ലല്ലോ. നമ്മളെക്കാട്ടും വലിയ ആൾക്കാർ എത്ര ഉണ്ട്? നമ്മളൊന്നുമല്ല എന്നാ വിചാരിക്കേണ്ടത്. ബറക്കത്തുള്ളവരെ കൊണ്ടുവരാ, അതൊക്കെ റാഹത്താ. അതിനാണ് ഉത്ബാൻ തങ്ങൾ പറയുന്നത്, നബിയെ അങ്ങ് വന്നൊന്ന് നിസ്കരിച്ചു തന്നാൽ ഞാൻ അവിടെ നിസ്കരിക്കാം, അതെന്റെ മുസല്ലയാക്കാം നബിയെ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് നോക്കി പറഞ്ഞു, സഅഫ്അലു ഇൻഷാ അല്ലാഹ്. ഉത്ബാനെ, ഞാൻ വരാം. മദീനയിൽ നിന്ന് എത്രയോ ദൂരെയാണ് അവരുടെ വീട്. ഹബീബായ നബി തങ്ങൾക്ക് മദീന ജീവിതത്തിൽ 40-ലേറെ ചെറുതും വലുതുമായ യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ഗസ്വകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സംഘടനകളിൽ നബി തങ്ങൾക്ക് ഇടപെടേണ്ടി വന്ന കാലം. ആ തിരക്കിനിടയിലാണ് ഒരാൾ, കണ്ണു കാണാത്ത ഒരാള്, എന്റെ വീട്ടിൽ വരുമോ നബിയെ, ഇച്ചിരി ദൂരെയാണ്, അങ്ങ് വരികയും അങ്ങ് നിസ്കരിക്കുകയും ചെയ്താൽ എന്റെ വീടിനുള്ളിൽ അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ ഒരു മുസല്ല, നിസ്കരിക്കുന്ന ഒരു നിസ്കാര റൂം ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നബിയെ. ആ ആഗ്രഹം എന്ന് പറയട്ടെ. സഅഫഅലു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഞാൻ വരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, അതായിരുന്നു റസൂലുള്ളാഹ്. ഏത് പാവപ്പെട്ടവർ വിളിച്ചാലും, മലയാളിമാര് വിളിച്ചാലും, സാധുക്കൾ വിളിച്ചാലും, ആര് വിളിച്ചാലും നബിക്ക് എല്ലാവരോടും ഒരുപോലെയാണ്. അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസക്കാർ വിളിച്ചാൽ മാത്രം പോവുക, അല്ലാത്തവർ വിളിച്ചാൽ പോകാണ്ടിരിക്കുക. അത് ഉസ്താദ്മാരും നിർത്തണം, എല്ലാവരും നിർത്തണം. അതൊക്കെ ഹുബ്ബു ദുനിയയുടെ ഭാഗമാണ്, ഉണ്ടായി പോകരുത്. അല്ലാഹു നമ്മുടെ ഖൽബുകളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ എല്ലാവരും ഇഖ്വാനി, അങ്ങനെ എല്ലാവരും ഒരുപോലെ. ഞാൻ വരാം, ഞാൻ ആ ദിവസമാവാൻ കാത്തിരിക്കുന്നു, ഞാൻ ആ ദിവസമാവാൻ കാത്തിരിക്കുകയാണ്. മുത്തുനബി തങ്ങൾ എപ്പോഴാണ് വരുന്നത്? എന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് നബി തങ്ങൾ വരുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാ സൂര്യൻ ഉദിച്ച് പ്രഭാതം ഒരൽപ്പം ചൂട് പിടിച്ച നേരം മുത്തുനബി തങ്ങൾ വരുന്നു. ഫഗദാ അലയ്യ റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങൾ അതാ എന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നു. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽമേൽ സന്തോഷം മറ്റെന്തുണ്ട്? ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് കൂടെ ഒരാളുമുണ്ട്, മറ്റാരുമല്ല, ഹബീബിന്റെ 61 കൊല്ലത്തെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. രണ്ടുപേരും വന്നു. എന്റെ വീട്ടിൽ കയറി വന്നപ്പോ ഫസ്തഅദന, എന്റെ നബി എന്നോട് സമ്മതം ചോദിച്ചു, ഉത്ബാനെ വീട്ടിലേക്ക് ഞാൻ കയറിക്കൊള്ളട്ടെയോ? ചെറുപ്പക്കാര് അട്ടിവരിട്ട് മനസ്സിലാക്കുക, വീട്ടിലേക്ക്, എന്റെ ചങ്ങായിന്റെ വീടല്ലേ,
ഞാൻ ഓൽക്കൊരു ആങ്ങളെയും ഓന്റെ പെങ്ങന്മാരൊക്കെ എനിക്കൊരു പെങ്ങളുമല്ലേ. അങ്ങനെയൊന്നും ഇല്ല കുട്ടി, നീ ഉണ്ടാക്കിയ നിയമമാണ്. അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല. അടുക്കളയിലാണ് ഓടിച്ചില്ല. പണ്ടേ ഇവിടെ വളർന്ന കുട്ടിയല്ലേ. സ്കൂളിൽ പോണ 2ാം ക്ലാസ് ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ 12 കഴിഞ്ഞ് +2 താടി മീശയൊക്കെ മുളച്ചു തുടങ്ങിയില്ലേ. ഇപ്പൊ ഓനൊരു അജ്നബിയായിട്ട് തന്നെ കാണണം. മോനൊരു അന്യ ആളാണ്. അങ്ങോട്ട് ഓടിച്ചെന്ന് കയറാൻ പാടില്ല. അവിടെ പെണ്ണുങ്ങളുണ്ടാവും തലയിൽ തട്ടടാതെ. വീടിന്റെ ഉള്ളിലല്ലേ, അവർക്ക് ഇത് എങ്ങനെ നിൽക്കാലോ. സ്വന്തം വീടിന്റെ ഉള്ളിൽ, അഹ്ലുൽ ബൈത്തിന്റെ ഉള്ളിൽ. അപ്പോ ഔറച്ച് കാണാൻ പാടില്ലാത്ത കണ്ടുകൊണ്ട് കണ്ടു. കുഞ്ഞിന് പാലൊടുക്കണ കുട്ടി ഉണ്ടാവും, അവിടെ ഉമ്മ ഉണ്ടാവും, കെട്ടിച്ചു പോയ കുട്ടികളുണ്ടാവും. നീ അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല. സമ്മതം ചോദിക്കുക. ഞാൻ വരട്ടെ, വാതിൽക്ക് മുട്ടുക, ബെല്ലടിക്ക തുറക്കുക, കയറ. എന്നാ അതാ ഏർപ്പാട്. തുറന്നു തരാനൊന്നും നേരല്ല. അത് ഞാൻ തുറന്ന്, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ലോകത്തിന്റെ ഗുരു എന്നോട് സമ്മതം ചോദിച്ചു, ഞാൻ വരട്ടെ ഉത്ബാനെ വീട്ടിനകത്തേക്ക്. നമ്മൾ പഠിക്കണം. അതിനാ നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബിയെ വിളിച്ചു വരുത്തിയതല്ലേ. വീട്ടുകാരൻ തന്നെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. വീട്ടുകാരൻ അകത്താണ്. വരണമെന്ന് പറഞ്ഞു, ഞാൻ വരാം. പിന്നൊരു സമയത്ത് ചൊല്ലുന്നു, വീട്ടുകാർ പുറത്തില്ല. വീട്ടുകാരോട് സമ്മതം ചോദിക്കാതെ, സലാം പറയാതെ അകത്തേക്ക് കടക്കരുതേ എന്ന് എത്ര വിശദമായിട്ടാണ് സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചത്. എന്നോട് സമ്മതം ചോദിച്ചു, ഞാൻ സമ്മതം കൊടുത്തു. നബിയേ, അങ്ങേക്ക് എന്തിന് സമ്മതം? വരൂ നബിയേ, വരൂ നബിയേ. നിബിതങ്ങൾ വീട്ടിലേക്ക് വന്നു. ഫലം യജ്ലിസ്, നിബിതങ്ങൾ വീട്ടിൽ ആദ്യം ഇരുന്നില്ല. നിബിതങ്ങൾ എന്നോട് ചോദിച്ചു, ഐന തുഹിബ്ബു അൻ നുസല്ലിയ മിൻ ബൈതിക. ഉത്ബാനെ, നിങ്ങളുടെ ഈ വീട്ടില് ഏത് റൂമിലാണ് ഞാൻ പോയി നിസ്കരിച്ചു തരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി? ആ റൂം നിസ്കാര റൂമാക്കാനല്ലേ? ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് നിസ്കരിച്ചു തരേണ്ടത് ഉത്ബാനെ എന്നെന്നോട് ചോദിച്ചു. നബി ഇരിക്കും മുമ്പ് കണ്ണു കാണാത്ത ഞാൻ നബിയോട് എന്റെ വീടിന്റെ റൂം തപ്പിപ്പിടിച്ച്, ഇതാണ് നബിയെ, ഇത് ഈ റൂമിലാണ് ഞാൻ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഈ റൂമാണ് എന്ന് പറഞ്ഞു. ഹാദൽ മകാനു യാ റസൂലല്ലാഹ്. ഫഖാമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ഫകബ്ബറ, നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഫസഫഫ്നാ, ഞാനും സുദ്ദീഖെന്നവരും നബിയുടെ പിന്നിൽ ജമാഅത്തായി ഹബീബിന്റെ പിന്നിൽ നിന്നു. ഫസല്ലാ റകഅതൈനി, 2 റകഅത്ത് നബി തങ്ങൾ നിസ്കരിച്ചു. തുമ്മ സല്ലമ, നബി തങ്ങൾ സലാം വീട്ടുകയും ചെയ്തു. ഈ റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. നബി തങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിച്ചു തന്നു. വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സ്വലാഹ വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങളുടെ വീടുകൾ നിസ്കാരം നിലനിർത്തുകയും നിങ്ങളുടെ വീടുകൾ ഖിബ്ലയാക്കണമെന്ന് ഈജിപ്തുകാരോട്, മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായല്ലോ. വഅഖീമുസ് സ്വലാഹ, ആ വീടുകളിൽ നിസ്കാരം നടക്കണം. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയും അറിയിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ എന്താവാം? ഒരു നിസ്കരിക്കാനുള്ള വൃത്തിയുള്ള സ്ഥലം. അത് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. കുട്ടികളൊക്കെ കയറിയിറങ്ങി മുസല്ലിയിലൊക്കെ ഒരു നാറ്റ, നിസ്കാര കുപ്പായത്തിന് എന്തെന്നില്ലാത്തൊരു മണം, അങ്ങനെയൊന്നും ആവരുത്. നിസ്കരിക്കുന്ന സ്ഥലം നല്ല ശുദ്ധി. നമ്മുടെ നാട്ടിലൊക്കെ കാർപ്പറ്റ് തുടങ്ങിയിട്ടുണ്ട് പള്ളികളിലൊക്കെ. മാഷാ അല്ലാഹ്, നല്ല കാര്യം തന്നെയാണ്. ക്ലീൻ ആക്കണം. ഒന്നെടുത്ത് കയറി വരെ, കാല് നനഞ്ഞിട്ട് വരെ, ഒന്ന് വാക്യൂം ചെയ്യേണ്ട മെഷീനൊക്കെ അതിൻ്റെ ഒപ്പം ഒന്ന് വാങ്ങി വെക്കുക. പൊടി തട്ടിയെടുക്കാനേ. ഇത് സുജൂദ് കിടന്ന തുമ്മിയിട്ട് മനുഷ്യന്മാരൊക്കെ എങ്ങനെ ഇമാമ് തല പൊക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സുജൂദ് കിടക്കുമ്പം ശ്വാസം വിടാൻ പറ്റണില്ല, ആ നിലക്കുള്ള നാറ്റം, ആ കാർപ്പറ്റ് ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക. നിസ്കരിക്കുന്ന സ്ഥലം തോഹിറായി ശുദ്ധിയുള്ള നല്ല സ്ഥലമാവണ്ടേ, നല്ല വൃത്തി വേണ്ടേ? അതല്ലേ അള്ളാഹുവിന് ഇഷ്ടം. അപ്പൊ നമ്മുടെ നിസ്കാര റൂമുകളും അങ്ങനെയാവട്ടെ. അപ്പൊ നിസ്കാര റൂം, അവിടെ ഒരു മുസാഫ് വെച്ചു, മുസല്ലകളുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ, പുരുഷന്മാർ അവിടെ തഹജ്ജുദ് അവിടെ നിസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ അവിടെ നിസ്കരിക്കുന്നു. എന്തൊരു അവിടെ ഒരു മുസാഫ് ഉണ്ടെന്ന് ഒന്ന് എടുത്ത് ഓതി നോക്കുന്നു. മാഷാ അല്ലാഹ്. പെണ്ണുങ്ങളുടെ റൂമിൽ നിന്ന് ഇരുട്ടുള്ള റൂമുകളിൽ അവർ നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ഖൈറും ഉത്തമവും പ്രതിഫലവും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിനുള്ളിൽ നല്ല അടച്ചുറപ്പുള്ള റൂമായിട്ടൊരു മുസല്ലയുണ്ട്, അവിടെയും അവർക്ക് നിസ്കരിക്കാം. അതിനൊന്നും വിരോധമില്ല. പുരുഷന്മാർ പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതോടൊപ്പം വീടുകളിൽ അവർ സുന്നത്ത് നിസ്കരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ചില നിസ്കാരങ്ങൾ നിങ്ങൾ വീട്ടിൽ നിർവഹിക്കുക.
ഫർളല്ല. ഫർള് എന്ത് ചെയ്യണം? കഴിവുള്ള മുഴുവൻ ആളുകളും പള്ളികളിൽ ചെന്ന് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. എന്നാൽ വീടുകളിൽ നിങ്ങൾ ചില നിസ്കാരം നിർവഹിക്കണം. വലാ തത്തഖിദൂഹാ മഖാബിറ, അത് പള്ളിക്കാട് പോലെ നിങ്ങൾ ആക്കിക്കളയരുത്. ഇബാദത്ത് ചെയ്യപ്പെടാത്ത സ്ഥലമാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ നിസ്കാരം നടക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? പള്ളിക്കാട് പോലെ വീടാക്കരുത്, അവിടെ നിസ്കരിക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.